ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, ഇപ്പോൾ എല്ലാവരും സംസാരത്തിൽ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന്. എന്നാൽ പിന്നെ അതേക്കുറിച്ച് ചെറിയൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. നമുക്ക് ഇതൊക്കെ മനസ്സിലായെങ്കിലാണ് മറ്റുള്ളവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നാം നോക്കിയത് കുഡ് ഹാവ്, അതായത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ അത് സഹായിച്ചില്ല, മനഃപൂർവ്വമോ മറ്റോ, അല്ലെങ്കിൽ അവർക്ക് നമ്മെ സഹായിക്കാമായിരുന്നു എന്നൊക്കെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഒരു കുറ്റബോധം പറയാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ. ഇതൊരു വലിയ കാര്യമൊന്നായിട്ട് എടുക്കണ്ട, വളരെ സിമ്പിളാണ്. നമ്മൾക്കത് അറിയാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും നമ്മെ ഒരു ഫംഗ്ഷനോ മറ്റോ ക്ഷണിച്ചു, നമുക്കവിടെ പോകാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ അത് ഓർത്ത് ഒരു കുറ്റബോധം പോലെ പറയാണ്, അയ്യോ ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു, മനസ്സിലായോ, അവൾ ഇവിടെ വരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ലോജിക്കിലാണത് പറയുന്നത് കേട്ടോ. അതിനാണ് ഷുഡ് ഹാവ് എന്ന് പറയുന്നത്. ഷുഡ് ഹാവ് എന്നൊന്നും പറയരുത്, ഷുഡ് ഹാവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതായിരുന്നു, ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് യു. അവൾ ഇവിടെ വരേണ്ടതായിരുന്നു, ഷീ ഷുഡ് ഹാവ് കം ഹിയർ. വളരെ സിമ്പിളാണ്. ഷുഡ് ഹാവ് എന്നുള്ള ആ ഒരു റെഡിമെയ്ഡ് യൂസേജ് അങ്ങോട്ട് വെക്കുക, വെർബിൻ്റെ തേർഡ് ഫോം വെക്കുക, വേറൊന്നും നോക്കേണ്ടതില്ല. ഇത്ര ഈസിയാണിത്. എന്നിട്ടാണ് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കറിയാതെ നമ്മൾ മേടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, അറിയാത്തവരോടാണ് ഈ പറയുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് എന്തും പറയാം. ഇപ്പം ക്ഷണിക്കുക എന്നുള്ളത് നമുക്കറിയാം, ഇൻവൈറ്റ് അല്ലേ. നമ്മൾ അവരെ ക്ഷണിക്കേണ്ടതായിരുന്നു, വി ഷുഡ് ഹാവ്. ഇൻവൈറ്റ് എന്നുള്ളത് ഇൻവൈറ്റഡ് എന്നാവും, വി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ദം. നമ്മൾ അവളെ ക്ഷണിക്കേണ്ടതായിരുന്നു, വി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹർ. ഇനി അവൾ നമ്മെ ക്ഷണിക്കേണ്ടതായിരുന്നു എങ്ങനെ പറയുക, ഷീ ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് അസ്. അവൾ എന്നെ വിളിക്കേണ്ടതായിരുന്നു, ഷീ ഷുഡ് ഹാവ് കോൾഡ് മീ. കോൾ എന്നുള്ള കോൾഡ് എന്നാവും, ഫോൺ എന്നുള്ള ഫോൺ എന്നാവും. ഓക്കെ, ഈസി അല്ലേ? ഇത് വളരെ കൂടുതൽ നീട്ടിപ്പരത്തി പറയേണ്ട ഒരു കാര്യമില്ല. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിലെ. കുഡ് ഹാവ്, കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു. അത് മനഃപൂർവ്വമോ എങ്ങനെയെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ സഹായിച്ചില്ല, അതിനുശേഷം പറയുന്നതാണ്. ഇവിടെയാണെങ്കിലോ കുറ്റബോധം കൊണ്ട് പറയുകയാണ്, ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതായിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ധൈര്യമായി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കോമൻറ്റ്സ് എന്താണെങ്കിലും രേഖപ്പെടുത്തുക. ഐ എം അബ്ദുൾ റസാഖ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ. താങ്ക് യു.